എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യ ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. ഒരു ശരാശരി മനുഷ്യൻ്റെ അടുത്ത് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഉത്തരം വളരെ ആക്റ്റീവായി മനസ്സമാധാനത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന മിക്ക പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, ആരോഗ്യത്തോടു കൂടി ആക്റ്റീവായിട്ട് ജീവിക്കാൻ വേണ്ടി കഴിയുക. പക്ഷേ ഇതിനൊരു ചലഞ്ചായിട്ട് വരുന്നത് പലപ്പോഴും നമുക്കുണ്ടാകുന്ന അകാരണമായിട്ടുള്ള ക്ഷീണമാണ്. അകാരണമായിട്ട് ക്ഷീണം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശങ്കകൾ വളരെ വലുതാണ്. എന്തുകൊണ്ടാണ് ക്ഷീണം എന്ന് മനസ്സിലാകുന്നില്ല. പലപ്പോഴും ക്ഷീണം പലതരത്തിലുണ്ടാകാറുണ്ടെങ്കിലും വളരെ പ്രൊലോങ്ഡായിട്ട് ഒത്തിരി നേരത്തേക്കും ഒത്തിരി നാളുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ക്ഷീണമാണ് നമ്മളൊരു പ്രശ്നക്കാരനായിട്ട് പരിഗണിക്കാറുള്ളത്. പല ക്ഷീണങ്ങളും അത്യാവശ്യം വന്ന് ഏതാനും സമയം കൊണ്ട് 1-2 മണിക്കൂറുകൾ പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ ഒന്ന് വിശ്രമിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറുന്ന ക്ഷീണങ്ങളാണ്. വളരെ ജനറലായിട്ട് നമുക്ക് ഈ പറയുന്ന ക്ഷീണത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളും ഒന്ന് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മുടെ ഉറക്കത്തിൻ്റെ ഗുണനിലവാരമാണ്. ക്ഷീണം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എത്ര സമയം ഉറങ്ങുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേൺ, ഏത് രീതിയിലാണ് നിങ്ങൾ ഉറങ്ങുന്നത്, ഇടയിലൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ 2-3 തവണ നിങ്ങൾ എഴുന്നേൽക്കേണ്ടി വരുന്നുണ്ടോ, കിടന്നിട്ട് ഒത്തിരി നേരം കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ഉറങ്ങുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് പരിഗണിക്കുക. ഒരു ശരാശരി മനുഷ്യൻ 8 മണിക്കൂർ ഉറങ്ങണമെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ മിനിമം 6 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. പല സമയങ്ങളിലും ഇനി ഇതിൻ്റെ പരിഹാരം എങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി കഴിയുക? ഒന്ന്, നിങ്ങൾ കിടന്നിട്ട് ഉറങ്ങാൻ ഒത്തിരി സമയം എടുത്തിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ ശരീരത്തിനകത്ത് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞതുകൊണ്ടായിരിക്കാം. പലപ്പോഴും ഇത് നമ്മുടെ ഗട്ടുമായിട്ട്, നമ്മുടെ ദഹന വ്യവസ്ഥയുമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ട്. സെറാറ്റോണിൻ ഉണ്ടാക്കുന്നത് നല്ല ബാക്ടീരിയകൾ വയറിൽ നിന്നാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ദഹന വ്യവസ്ഥയുമായിട്ടും ഒരു വലിയ ബന്ധം ഈ ഉറക്കത്തിനുണ്ട്. ചില ആൾക്ക് അങ്ങനെ ആയിരിക്കില്ല, കിടന്ന ഉടനെ ഉറങ്ങും, പക്ഷേ ഇടയിൽ അറിഞ്ഞുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ അവർ എല്ലാ ദിവസവും തന്നെ ഞെട്ടിക്കൊണ്ടിരിക്കും. ഇത് പലപ്പോഴും നമ്മുടെ സ്ട്രെസ് ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ഈ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ പലപ്പോഴും നമ്മുടെ ചിന്തകളുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ട്രെസ്സ് ഉയർന്നു നിൽക്കുന്ന ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ഡിസ്റ്റർബൻസസ് ഉണ്ടാകാം. രണ്ടാമത്തെ കാരണമായിട്ട് പറയാൻ പറ്റും വ്യത്യസ്തങ്ങളായിട്ടുള്ള പോഷകാഹാരങ്ങളുടെ കുറവാണ്. അത് നമുക്കൊക്കെ അറിയുന്ന പോലെ പല തരത്തിലുള്ള ഡെഫിഷ്യൻസീസും പല രീതിയിലാണ് നമ്മളെ ബാധിക്കാറുള്ളത്. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിനകത്ത് കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് പലപ്പോഴും കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. കാൽഷ്യവും വൈറ്റാമിൻ ഡി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സന്ധികളെ ബാധിക്കാം, മുടികളെ ബാധിക്കാം, എല്ലുകളുടെ ആരോഗ്യത്തെ ബാധിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതേപോലെ തന്നെ വൈറ്റാമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജസ്വലത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, നാഡികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് ന്യൂട്രീഷൻ കണ്ടൻ്റ് ആയാലും, ഏത് വൈറ്റാമിൻ ആയാലും, ഏത് ധാതുക്കളായാലും, ലവണങ്ങളായാലും ശരീരത്തിൽ അത് കുറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥായിയായിട്ടുള്ള ക്ഷീണത്തിലേക്ക് ഇടവരുത്താം. പക്ഷെ അത് എങ്ങനെ കണ്ടുപിടിക്കാം? അത് ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് അത് നമ്മൾ കണ്ടുപിടിക്കാറുള്ളത്. പലപ്പോഴും ഒരു പരിധിയിലധികം ഈ സിംറ്റംസ് നീണ്ടുപോവുകയാണെങ്കിൽ ഒരു ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി രക്ത വാല്യുവേഷനൊക്കെ കഴിഞ്ഞ്, ഒരു ലാബോറട്ടറി ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞോ, അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസൊക്കെ കഴിഞ്ഞ് ഏതാണ് നിങ്ങൾക്ക് കുറവ് അത് സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതടങ്ങിയ ഭക്ഷണം നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം ഒരു പരിധിവരെ മാറ്റാം. പക്ഷെ അവിടെയും ഒരു ചലഞ്ച് വരുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അണ്ടർലൈൻ കോസ്, ഒരു മൂലകാരണം അവിടെ ഉണ്ടായേക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതും ഒരു കാരണമായേക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ ശരീരത്തിനകത്ത് ദഹനരസം കുറവാണെങ്കിൽ, ആസിഡ് കുറവാണെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള ഫാറ്റിൻ്റെയോ പ്രോട്ടീൻ്റെയോ ഒക്കെ ദഹനം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുകയും അത് ആത്യന്തികമായി നിങ്ങളുടെ ഒരു ക്ഷീണത അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ മൂലകാരണം കണ്ടുപിടിക്കുക എന്ന് തന്നെയാണ് ഇവിടെയും ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ കാരണമായിട്ട് പറയാൻ പറ്റുന്നത് വളരെ ഉദാസീനമായിട്ടുള്ള ജീവിതശൈലിയാണ്. എല്ലാത്തിനോടും നിസ്സംഗത പുലർത്തിക്കൊണ്ട് ജീവിക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒട്ടുമില്ലാത്ത ഒരു ജീവിതം. കായികക്ഷമത തീരെ കുറയുന്നതനുസരിച്ച് നമ്മുടെ എനർജി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം.
പലപ്പോഴും ചിട്ടയായ ഒരു ശീലത്തിലേക്ക് പോവുക, കൃത്യമായ വ്യായാമത്തിലേക്ക് പോവുക, ഒരു 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു നടത്തം, അല്ലെങ്കിൽ അല്പസമയത്തേക്കുള്ള ഒരു യോഗ, അല്ലെങ്കിൽ സൈക്ലിംഗ് പോലെയുള്ള കാര്യങ്ങൾ, ഒരു സ്ട്രെച്ചിങ് എക്സസൈസ്, ഇതൊക്കെ നിങ്ങളുടെ ഊർജ്ജത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ജീവിതശൈലിയിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റം വരുത്തുന്നതും ഇതിനെ മറികടക്കാൻ വേണ്ടി സഹായിക്കാം. ഇനി അതികഠിനമായിട്ടുള്ള ഉത്കണ്ഠകൾ, ആകാംക്ഷ, അപ്പോൾ ഈ ഒരു ആങ്സൈറ്റി, ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മളെ ഒരു ഒത്തിരി കാലത്തോളം നീണ്ടു നിൽക്കുന്ന ആകാംക്ഷയും ഉത്കണ്ഠയും ഒക്കെ നമ്മുടെ സ്ഥായിയായിട്ടുള്ള ഒരു ക്ഷീണതാവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാനുള്ള രീതിയിലേക്കുള്ള ഒരു ചിട്ടയിലേക്ക് വരിക, ലൈക്ക് യോഗ പോലെയുള്ള അല്ലെങ്കിൽ പ്രാണായാമം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും നടത്തമായാലും സംഗീതമായാലും ഇതൊക്കെ നിങ്ങളെ ഉത്കണ്ഠ കുറക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളിലേക്ക് നിങ്ങൾ പോവുക. ചില സമയത്തൊക്കെ ചില ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും നിങ്ങളെ ഉത്കണ്ഠയിലേക്ക് തള്ളിയിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രത്യേകിച്ച് മഗ്നീഷ്യമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കക്കുറവിലേക്കും അത് നിങ്ങളുടെ സ്ഥായിയായിട്ടുള്ളൊരു ഉത്കണ്ഠയിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ ഏതാണോ ഡെഫിഷ്യൻസി അത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി 5ാമത്തെ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നിർജ്ജലീകരണമാണ്. ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാതിരിക്കുക. ഒരു മനുഷ്യന് ശരാശരി അദ്ദേഹത്തിൻ്റെ ശാരീരിക ഭാരത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് വെള്ളത്തിൻ്റെ ഇൻടേക്ക് വേണ്ടത്. ഒരു 25 കിലോ ഉള്ള ഒരാൾക്ക് 1 ലിറ്റർ എന്ന രീതിയിൽ ആണ് നമ്മൾ സാധാരണഗതിയിലുള്ള ഒരു റെക്കമെൻഡേഷനായിട്ട് പറയാറുള്ളത്. ഇപ്പോൾ ഒരു 70-75 കിലോ ഭാരമുള്ള ഒരു വ്യക്തി ഒരു ദിവസം കുടിക്കേണ്ടത് 3 ലിറ്റർ വെള്ളമായിരിക്കാം. അപ്പോൾ ആ ഒരു അനുപാതത്തിൽ വെള്ളം കൊടുക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ജോലിക്കനുസരിച്ചോ കാലാവസ്ഥക്കനുസരിച്ചോ വെള്ളം കൂടുതലായിട്ട് കുടിച്ചില്ലെങ്കിലോ ഈ പറയുന്ന ക്ഷീണത്തിലേക്ക് അത് നയിച്ചേക്കാം. അപ്പോൾ ഈ നിർജ്ജലീകരണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ഷീണം ഉണ്ടാക്കാനുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ഷീണമുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൻ്റെ ഇൻടേക്ക് കുറവാണെങ്കിൽ അത് കൂടുതലായിട്ട് കുടിക്കാൻ വേണ്ടി തയ്യാറാകുന്നതും ഈ പ്രശ്നം ഒരു വലിയ പരിധിവരെ മറികടക്കാൻ വേണ്ടി സഹായിക്കും. പക്ഷേ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ 3 ലിറ്ററാണ് വേണ്ടത്, അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ 1 ലിറ്റർ കുടിക്കും, ഉച്ചയ്ക്കാകുമ്പോൾ വീണ്ടും 1 ലിറ്റർ കുടിക്കും, വൈകുന്നേരം വീണ്ടും 1 ലിറ്റർ കുടിക്കും, അങ്ങനെ 3 ലിറ്റർ കുടിച്ച് പണി തീർക്കും. അപ്പോൾ ഇതും അത്ര ശരിയായ രീതിയിലുള്ള ഒരു നടപടിയായിട്ട് പറയാൻ വേണ്ടി കഴിയില്ല. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വളരെ വലിയ ക്വാണ്ടിറ്റിയിൽ അളവിൽ ഒന്നിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റോ അരമണിക്കൂറോ കഴിയുമ്പോൾ ഒന്നിച്ച് നിങ്ങൾക്ക് മൂത്രമൊഴിച്ച് അത് പുറത്തേക്ക് കളയാനുള്ള ടെൻഡൻസി ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ചെറിയ അളവിൽ അല്പാൽപമായിട്ട് ഇടയ്ക്കിടെ കുടിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് ഇപ്പോൾ പരിഗണിക്കാൻ പറ്റുന്നത്. ഇനി 6ാമതായിട്ട് പറയാനുള്ളത് വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗാവസ്ഥകളാണ്. ഓരോ രോഗത്തിനും ചില മോർബിഡിറ്റി അല്ലെങ്കിൽ അകത്ത് കിടക്കുന്ന ചില രോഗങ്ങൾ, ഉദാഹരണത്തിന് പ്രമേഹം, നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹം, ഒത്തിരി കാലങ്ങളോളം നിലനിൽക്കുന്ന പ്രമേഹം ഒരു വ്യക്തിക്ക് ക്ഷീണമായിട്ടുള്ള ഒരു ഫാറ്റീഗ് സിൻഡ്രോം എന്ന് പറയുന്ന ക്ഷീണിതാവസ്ഥയിലേക്ക് അയാളെ കൊണ്ടുചെന്നെത്തിക്കാം. ഹൃദയ സംബന്ധമായ രോഗം ഒത്തിരി കാലമുള്ള ആൾക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. മാനസിക രോഗങ്ങളുള്ള ആൾക്കാർക്കും അങ്ങനെയുള്ള കണ്ടീഷനുള്ളവർക്കും ക്ഷീണമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കാം. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗാവസ്ഥയിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ആ രോഗത്തിനുള്ള മാനേജ്മെൻറ്റാണ് ഈ അവസ്ഥയിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത്. ഇനി അടുത്തതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും ക്ഷീണമായിട്ട് കണക്ട് ചെയ്യാത്തൊരു കാര്യമാണ് അമിതമായിട്ടുള്ള ഉത്തരവാദിത്വം, ഓവർ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക. പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരു ബുദ്ധിമുട്ടും അതാണ്. എവിടെയും ആരെങ്കിലും എന്ത് കാര്യം പറഞ്ഞാലും അത് എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അത് ചെയ്യുക. അത് അമിത ഉത്കണ്ഠയിലേക്കും അൾട്ടിമേറ്റ്ലി അയാളെ ക്ഷീണിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കും എത്തിക്കാം. അപ്പോൾ പറ്റാത്ത കാര്യങ്ങൾ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ പോലും പഠിക്കുന്നതും നമ്മുടെ ക്ഷീണിത അവസ്ഥയ്ക്കൊരു വലിയ പരിധിവരെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി നമുക്ക് കഴിയും. പറ്റുന്നില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയാൻ വേണ്ടി ശീലിക്കുക. ഇനി 8ാമതായിട്ട് പറയാനുള്ളത് കഫേൻ്റെ ഉപയോഗമാണ്. കോഫി കുടിക്കുന്നത് ഒരു പരിധിയിൽ മുകളിലേക്ക് ഓവർലോഡ് ചെയ്യുക. കഫേൻ നമ്മുടെ ശരീരത്തിൽ ഓവർലോഡ് ചെയ്യുന്നതും ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു എനർജി ബൂസ്റ്ററായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ റിയാക്ഷൻ ഫേസിൽ പിന്നീട് അത് കൂടുതൽ ക്ഷീണിക്കാനുള്ള കാരണമായിട്ട് മാറിയേക്കാം. അപ്പോൾ കോഫിയുടെ ഉപയോഗവും കഫെയിനിൻ്റെ ഉപയോഗവും, അതായത് ചില ഹെൽത്ത് ഡ്രിങ്കുകളൊക്കെ നിങ്ങൾക്ക് കഫെയിൻ കണ്ടൻറ്റ് അടങ്ങിയതാണ്, അത് കുടിച്ചാൽ അന്നേരം ഉന്മേഷം ഉണ്ടാവുമെങ്കിലും അല്പനേരം കഴിയുമ്പോൾ നിങ്ങൾ കൂടുതൽ ക്ഷീണിതാവസ്ഥയിലേക്ക് പോയേക്കാം. ഈ എക്സൈറ്റ്മെൻറ്റ് പിന്നീട് ഡിപ്രഷനിലേക്കും അല്ലെങ്കിൽ പാസീവ്നെസ്സിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. ഇനി
ഒമ്പതാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത കുറയുക എന്നുള്ളതാണ്. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത കുറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയുന്ന പോലെ തന്നെ വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറയാം. അത് നിങ്ങളുടെ കായികമായിട്ടുള്ള ആരോഗ്യത്തെ മാത്രമല്ല മാനസികമായിട്ടുള്ള ആരോഗ്യത്തെയും ഒത്തിരി ബാധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ചില പഠനങ്ങൾ പറയുന്നത് യൂറോപ്പിലൊക്കെ സൂര്യപ്രകാശം മാസങ്ങളിൽ ഡിപ്രഷൻ്റെ അളവ് വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ട് പറയാറുണ്ട്. ക്ഷീണത്തിൻ്റെ അളവ് തീർച്ചയായിട്ടും സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയുമായിട്ട് കണക്റ്റഡാണ്. ഇനി 10ാമത്തെ കാരണമായിട്ട് പറയുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രക്തത്തിലെ പഞ്ചസാര എന്ന് പറയുന്നത് എപ്പോഴും ഡയബറ്റിക് രോഗിയാവണം എന്ന് തന്നെയില്ല. പലപ്പോഴും ഹൈപ്പോഗ്ലൈസീമിയ, രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടും പലപ്പോഴും ക്ഷീണം ഉണ്ടാവാം. ഒരു പരിധിയിലധികമായിട്ട് ഗ്ലൂക്കോസ് രക്തത്തിലുണ്ടെങ്കിൽ, പഞ്ചസാര രക്തത്തിലുണ്ടെങ്കിലും ക്ഷീണിതമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാം. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം ശരിയായ രീതിയിൽ കൊണ്ടുവരിക വഴി നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് തന്നെ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയമായിട്ട് വെക്കുകയും അതുവഴി നിങ്ങൾക്ക് ക്ഷീണിതാവസ്ഥയെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യാം. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ടത്? ഒരു ക്ഷീണമുതനായ ഒരു വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ക്ഷീണിതമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുക. ഓരോ വ്യക്തിക്കനുസരിച്ചും ഇൻഡിവിജ്വൽ വേരിയേഷന് അനുസരിച്ച് അവർ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ അവർ കഴിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ വ്യത്യസ്തങ്ങളായിട്ട് വരും. അവർ ചെയ്യേണ്ടുന്ന സപ്ലിമെൻറ്റേഷൻസ് വ്യത്യസ്തങ്ങളായിട്ട് വരും. പൊതുവായിട്ടുള്ളൊരു ഫ്രെയിമിൽ നിന്ന് മാത്രമേ ഈ കാര്യം ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ എന്തൊക്കെ കഴിക്കണം? പലപ്പോഴും നിങ്ങൾ ഗ്രെയിൻസ് കഴിക്കുന്ന, ധാന്യം കഴിക്കുന്ന ആളാണെങ്കിൽ ഹോൾ ഗ്രെയിൻ തന്നെ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക. അല്ലെങ്കിൽ തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങൾ തന്നെ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക. പ്രോട്ടീൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക. ചിക്കൻ പോലെയുള്ള ലീൻ മീറ്റുകൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്താം. മത്സ്യങ്ങളും പയറുവർഗ്ഗങ്ങൾ, അതുപോലെ മുട്ട, ഇതിലൊക്കെ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ലഭിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഈ ഹോൾ ഗ്രെയിൻസ് കൊടുക്കുന്നതോടുകൂടി തന്നെ ശരിയായ അനുപാതത്തിൽ പ്രോട്ടീൻ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ തയ്യാറാവുക. പ്രോട്ടീൻ മാത്രം കൊടുത്താൽ പോരാ, അവിടെ കൃത്യമായിട്ടും പഴങ്ങളും പച്ചക്കറികളും ശരിയായ അനുപാതത്തിൽ തന്നെ കൊടുക്കണം. ഈ പഴങ്ങളും പച്ചക്കറികളും നമ്മൾ കഴിക്കുക വഴി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റാമിനുകളും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ശരീരത്തിൽ കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനനുസൃതമായ രീതിയിലാണ് നമ്മൾ ഈ കഴിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും സെലക്ട് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഓക്സിഡേഷൻ കൂടിയ രോഗങ്ങളാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആൻറ്റി ഓക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ വൈറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കണം. പേരക്ക വളരെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. അതുപോലെ തന്നെ പുളിരസമുള്ള പഴങ്ങളൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. പച്ചക്കറി നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള പച്ചക്കറികൾ സെലക്ട് ചെയ്യാം. അതിനകത്ത് ഒത്തിരി നല്ല കണ്ടൻറ്റുകളുണ്ട്. പക്ഷേ എപ്പോഴും അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നതിന് പകരം വ്യത്യസ്തങ്ങളായ നിറങ്ങളുള്ള, സ്കിൻ നിറങ്ങളുള്ള പഴങ്ങളും പച്ചക്കറികളും തിരഞ്ഞെടുക്കാൻ വേണ്ടി തയ്യാറാവുക. അത് ബയോഫ്ലേവനോയിഡ്സ് എന്ന് പറയുന്ന ഒരു കണ്ടൻസ്, അതും ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് കിട്ടേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് വ്യത്യസ്ത നിറങ്ങളുള്ള വിബ്ജിയോർ നിറത്തിലുള്ള വെജിറ്റബിൾസ് കഴിക്കണമെന്നാണ് പറയുക. പഴങ്ങളിലും പച്ചക്കറികളിലും വൈവിധ്യത ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാവുക. എപ്പോഴും ഒരേ രീതിയിലുള്ള എല്ലാ ദിവസവും ചെറുപഴം കഴിക്കുക അല്ലെങ്കിൽ എല്ലാ ദിവസവും ചീര മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്. എല്ലാം മാറ്റി മാറ്റി നമ്മൾ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക. അതുപോലെ നല്ല കൊഴുപ്പ് ഏറ്റവും നമ്മൾ പേടിക്കേണ്ടാത്ത ഒരു കാര്യമാണ്. ശരീരത്തിൽ കൊഴുപ്പ് കുറയുമ്പോഴൊക്കെ നമുക്ക് ക്ഷീണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാനുണ്ട്. അതുപോലെ തന്നെ ചില കാൽക്കുലേഷൻസ് നടത്താനോ തീരുമാനങ്ങൾ എടുത്ത് നടത്താനോ ഒക്കെയുള്ള കഴിവുകളും ആ സമയത്ത് നമുക്ക് കുറഞ്ഞു വരാറുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റ് ഫാറ്റാണ്. കൊഴുപ്പില്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മൾ ഓർക്കേണ്ടത് കൊഴുപ്പല്ല കുറ്റക്കാരൻ, ട്രാൻസ് ഫാറ്റാണ്, ചീത്ത കൊഴുപ്പാണ് കുറ്റക്കാരൻ. അപ്പോൾ നല്ല കൊഴുപ്പുകൾ ശരിയായ അനുപാതത്തിൽ ശരീരത്തിൽ കൊടുത്തുകൊണ്ടേയിരിക്കാനും നിങ്ങൾ തയ്യാറാവുക. ഇനി ഏതൊക്കെ വൈറ്റമിനുകളാണ് ഈ ക്ഷീണിതമായ അവസ്ഥയിൽ ആവശ്യമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വൈറ്റമിൻ B12 ആണ്. ശരീരത്തിൻ്റെ ഊർജ്ജത്തിൻ്റെ ഏറ്റവും നല്ല സ്രോതസ്സാണ് വൈറ്റമിൻ B12. മാംസവും പാൽ ഉൽപ്പന്നങ്ങളും അതുപോലെയുള്ള പയർ ഉൽപ്പന്നങ്ങളിലൊക്കെ അത്യാവശ്യത്തിന് വൈറ്റമിൻ B കിട്ടാം. വൈറ്റമിൻ B12 അത്യന്താപേക്ഷിതമാണ്. മറ്റൊരു പ്രധാന ഘടകം സപ്ലിമെൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന വൈറ്റമിൻ D ആണ്. വൈറ്റമിൻ D സൺഷൈൻ വൈറ്റമിൻ ആണ്. ഏറ്റവും നന്നായിട്ട് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടാം. അതുപോലെ തന്നെ പല മുട്ട പോലെയുള്ള പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ D അല്പസ്വല്പം കിട്ടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു
പ്രധാന ഘടകമായിട്ട് പറയാനുള്ളത് അയണാണ്. ഇരുമ്പ് നമ്മുടെ ശരീരത്തിൻ്റെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ അനീമിയ ഉണ്ടാകുമെന്നും അനീമിയ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരാളുടെ ആരോഗ്യത്തെ അത് വളരെ നന്നായിട്ട് ബാധിക്കുമെന്നും ക്ഷീണിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് അത് നമ്മളെ തള്ളിയിടുമെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. റെഡ് മീറ്റിലും ബീൻസിലും ഇലക്കറികളിലൊക്കെ ധാരാളമായിട്ട് അയൺ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് അടങ്ങിയ ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കുക. ഇനി അതികഠിനമായ ക്ഷീണം നിങ്ങൾക്കുണ്ടെങ്കിൽ അയൺ മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ പോരാ, നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള ഫെറിറ്റിൻ്റെ അളവും കൂടി ഒന്ന് നോക്കാൻ വേണ്ടി തയ്യാറാകുക. പലപ്പോഴും ലാബ് റേഞ്ച് പറയുന്നത് പോലെയല്ല, ഫെറിറ്റിൻ എപ്പോഴും 40ൻ്റെ മുകളിലേക്ക് ശരീരത്തിൽ നിർത്താൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. ഫെറിറ്റിൻ കുറഞ്ഞു കഴിഞ്ഞാലും അതികഠിനമായിട്ടുള്ള ക്ഷീണവും മുടികൊഴിച്ചിലും പാൽപിറ്റേഷൻ, അല്പം അധ്വാനിക്കുമ്പോൾ തന്നെ ഹൃദയം പടപടാ ഇടിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കാര്യമായിട്ട് ആലോചിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്ഷീണം കുറയ്ക്കാനുള്ള വൈറ്റമിനായിട്ട് പറയാൻ പറ്റുന്നത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം മസിൽസിൻ്റെ റിലാക്സേഷന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതേപോലെ തന്നെ ഊർജ്ജത്തിൻ്റെ ഉൽപ്പാദനത്തിനും മഗ്നീഷ്യം കൂടിയേ തീരൂ. ഉറക്കത്തിനായാലും നമുക്ക് മഗ്നീഷ്യം അത്യന്താപേക്ഷിതമായിട്ടും വേണ്ടുന്ന കാര്യം തന്നെയാണ്. പരിപ്പ് വർഗ്ഗങ്ങളിലും സീഡ്സിലും ധാന്യങ്ങളിലൊക്കെ തന്നെ മഗ്നീഷ്യത്തിൻ്റെ അളവ് ഉണ്ട്. ഇനി പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണ്? ഒഴിവാക്കാൻ വേണ്ടി ഉള്ള ലിസ്റ്റിൽ നമ്പർ 1 ആയിട്ട് എപ്പോഴും പറയുന്നത് മറ്റു പല രോഗത്തിൻ്റെ അവസ്ഥയിലും പോലെ തന്നെ പഞ്ചസാരയാണ്. പഞ്ചസാര എന്ന് പറഞ്ഞാൽ വെളുത്ത പഞ്ചസാര മാത്രമല്ല, അത് പേസ്ട്രി ആയാലും മധുരപാനീയങ്ങളായാലും അതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ച് വരുന്ന ഘടകങ്ങളായാലും ഒക്കെ നമ്മൾ പരമാവധി കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാവുക. ഇതേപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് കൂടിയേ തീരൂ. അനാവശ്യത്തിനായിട്ട് അധികമായിട്ട് കഴിക്കുന്ന ഉപ്പും പലപ്പോഴും ക്ഷീണിതാവസ്ഥയിലേക്ക് നമ്മളെ നയിച്ചേക്കാം. വളരെ പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ട മറ്റൊരു ഘടകമാണ് മദ്യം. എന്തുകൊണ്ടാണ് മദ്യത്തിൻ്റെ പേര് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞതെന്ന്, പലപ്പോഴും മദ്യം കഴിച്ച ഉടനെ അത് നമ്മുടെ എനർജി മെറ്റബോളിസം വളരെയധികം വർദ്ധിപ്പിച്ചേക്കാം, നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റിലേക്ക് നയിച്ചേക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു റിയാക്ഷൻ ഫേസിൽ നമ്മൾ വളരെയധികം ഡള്ളായിട്ട് മാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ മദ്യം ക്ഷീണിതമായിട്ടുള്ള അവസ്ഥ ഉള്ള ആൾക്കാർ പൂർണ്ണമായിട്ടും വർജിക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രത്ന ചുരുക്കമായിട്ട് പറഞ്ഞാൽ ജീവിതശൈലിയിലുള്ള മാറ്റവും ഭക്ഷണത്തിൻ്റെ ശരിയായ ക്രമീകരണവും സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഈ ഒരു 3 കോംബോ ശരിയായ രീതിയിൽ നമ്മൾ ചെയ്തേ തീരൂ. ഭക്ഷണ ക്രമീകരണം, ജീവിതശൈലിയും സ്ട്രെസ് മാനേജ്മെൻറ്റും മാത്രമല്ല, പലപ്പോഴും നിങ്ങളുടെ അണ്ടർലൈൻ കോസ് എന്താണോ മൂല കാരണം അതിനെ കണ്ടുപിടിക്കുക. ഏതെങ്കിലും രോഗാവസ്ഥയാണെങ്കിൽ ആ രോഗത്തിനെ മാനേജ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറുക. ഈ പറയുന്ന ക്ഷീണിതാവസ്ഥ വീണ്ടും പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിലനിന്ന് പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഹെൽത്ത് എക്സ്പേർട്ടിനെ നിങ്ങൾ കാണുക. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോടു കൂടി ഇതിനെ മറികടക്കാനുള്ള മാർഗ്ഗങ്ങൾ ആരായുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.